ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഗൈസ്, കുറച്ച് നാളായിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒരു ബാക്ക് ഡേ തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്ന് ബാക്ക് ഡേ ചെയ്യാൻ പോകുന്നത് പുതിയ ജിമ്മിലാണ്. അപ്പോൾ ഇന്നൊരു ബാക്ക് ഡേ ആണ്. എനിക്കറിയാം, ഞാൻ റെക്കറൻ്റ് ആയിട്ട് ബാക്ക് ഡേ വീഡിയോസാണ് ഇടുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ ബാക്ക് ഭയങ്കര വീക്കായതുകൊണ്ട് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ബാക്കിലത്തെ മസിൽസിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാക്ക് ഭയങ്കര റെക്കറൻ്റ് ആയിട്ടും ഫ്രീക്വൻ്റ് ആയിട്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ വീഡിയോസിനകത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ബാക്ക് ഭയങ്കര വീക്കാണ്. കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഗ്രോത്തിന് എഫക്റ്റ് ആയത് ബാക്ക് മസിൽസാണ്. സോ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ബാക്ക് മസിൽസിൽ കുറച്ച് നല്ല രീതിയിൽ ബ്രോഡർ ആക്കാനും അതിനകത്ത് കൂടുതൽ മസിൽസ് വോളിയം കൊണ്ടുവരാനാണ്. ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോയ്ക്ക് സെറ്റ് സ്ഥലം ആൻഡ് പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്രൗഡും കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വർക്കൗട്ട് ഇങ്ങോട്ട് മാറ്റിയേക്കുന്നത്. ആൻഡ് പഴയ ജിമ്മ് ഞാൻ മിസ് ചെയ്യാറുണ്ട്, കാരണം അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര ക്രൗഡഡായി മാറിക്കഴിഞ്ഞു. കാരണം കൾട്ടിൻ്റെയും കൂടെ ആയതുകൊണ്ട് എപ്പോഴും കൾട്ടിൽ നിന്ന് ഇങ്ങനെ ക്ലൈൻസ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ക്രൗഡഡായി മാറി. ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വെറും 3 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ. 3 മിനിറ്റ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഞാൻ രാവിലെ മോർണിംഗ് വന്നിട്ട് കാര്യം ചെയ്തിട്ട് പോകും, അത് കഴിഞ്ഞ് ഈവനിങ് വന്ന് വർക്കൗട്ടും ചെയ്യും. സോ എനിക്കിപ്പം എൻ്റെ പ്രോഗ്രസ്സിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം വിൽ സ്റ്റാർട്ട് വിത്ത് എ ബാക്ക് ഡേ. ഇവിടെ മറ്റേ പുതിയ ടൈപ്പ് ലൈറ്റ് പുൾ ഡൗണിലുള്ള ഗ്രിപ്പൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊക്കെ ചെയ്യണം. എനിക്ക് കുറേ നാൾക്ക് ശേഷമാണ് അതിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ കിട്ടുന്നത്. നാട്ടിലായിരുന്നപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം കുറേ നാൾക്ക് ശേഷമാണ് അതിനകത്ത് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെഷൻ. ഞാൻ പ്രീ വർക്കൗട്ട് എടുത്തിട്ട് ഇരിക്കുക, കുറച്ചൊന്ന് അതൊന്ന് പമ്പപ്പ് ചെയ്യാൻ വേണ്ടി. കാരണം ഇന്ന് നല്ലൊരു ഹെക്ടിക് വർക്ക് ഡേ ആയിരുന്നു. കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 7:30 ആയിട്ടുണ്ട്. ഇപ്പം 7:30 ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വാം അപ്പ് ചെയ്തിട്ട് വിൽ സ്റ്റാർട്ട് വിത്ത് ദ സെഷൻ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ ബിഗിനറാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമായിരിക്കും നല്ല അടിപൊളി പുള്ളപ്പ് എടുക്കുക എന്നുള്ളത്. പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മുടെ കൈ നല്ല സ്ട്രോങ് ആയിരിക്കണം, അതേപോലെ ഷോൾഡർ നല്ല സ്ട്രോങ് ആയിരിക്കണം. കാരണം നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് നമ്മൾ തന്നെ കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പം പുൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് സ്ട്രെങ്ത് വേണം. സോ ഞാനിതെങ്ങനെ പുൾ ഔട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുട്ടിക്കാലം തൊട്ട് ട്രെയിൻ ചെയ്യുന്നൊരു കാര്യമാണ് പുള്ളപ്പ്, പുഷപ്പ്. നമുക്ക് ജിമ്മിൽ പോകാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ പുള്ളപ്പും പുഷപ്പും മാത്രം ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ റൂമിൽ ഒരു ഷെയ്ഡുണ്ട്, ആ ഷെയ്ഡിൽ തൂങ്ങി തന്നെ ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ പുള്ളപ്പ് സ്ട്രെങ്ത്തും അത്യാവശ്യം നല്ലതാണ്. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ബോഡി വെയിറ്റ് ഇപ്പോൾ ഒരു 82 kg ആണ്. എന്നാലും ഐ ക്യാൻ ഡു പുള്ളപ്സ് വെരി ഈസിലി. സോ പ്രാക്ടീസ് ചെയ്യുക. സോ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കംപ്ലീറ്റ് ഷോൾഡർ സ്ട്രെച്ച് ചെയ്തിട്ട് ഡെഡ് ഹാങ് ചെയ്യുക. ഡെഡ് ഹാങ് ചെയ്ത് കുറച്ച് നിങ്ങളുടെ ഗ്രിപ്പിംഗ് സ്ട്രെങ്ത് കൂട്ടുക. നിങ്ങൾക്ക് എത്ര നേരം ഹോൾഡ് ചെയ്ത് ഗ്രിപ്പ് വെച്ച് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ ആ ഗ്രിപ്പിംഗ് സ്ട്രെങ്ത് കൂട്ടുക. പിന്നെ പയ്യനെ നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മുകളിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ട നമ്മൾ മുകളിലോട്ട് പോകുന്നതിന് പകരം ബാർ താഴോട്ട് പുള്ള് ചെയ്യാൻ നോക്കുക. സി, ഞാൻ മുകളിലോട്ട് പോകുന്നില്ല, ഐ എം പുള്ളിങ് ദ ബാർ ഡൗൺ. ഈസി, ഹോൾഡ് ബാക്ക്, ഈസി, ഹോൾഡ് ബാക്ക്, ഈസി, ഹോൾഡ് ബാക്ക്. സോ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ബോഡി വെയിറ്റ് ഒറ്റയടിക്ക് പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമാണ് ഇതുപോലെ ഒരു സപ്പോർട്ട്. നിങ്ങൾക്ക് വെയിറ്റ് ഇടുമ്പം അതിനകത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ബോഡി വെയിറ്റിനേക്കാളും ഒരു 5-10 കിലോ കുറവിട്ടുക. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. എന്തെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ ബോഡി വെയിറ്റ് അസിസ്റ്റൻ്റ് തന്നെ തരും. അപ്പം ഇതിനകത്തും ബാക്ക് സ്ട്രെയിറ്റ് വെക്കുക, നടു കുറച്ചൊന്ന് മുന്നോട്ടാഞ്ഞോ. കാരണം എല്ലാവരും ഇങ്ങനെ നിന്നിട്ട് പുള്ളപ്പ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചൊന്ന് നടു അകത്തോട്ട് വാക്കിയ, കുറച്ചൊന്ന് ലീൻ ബാക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ബാക്ക് നല്ല രീതിയിൽ ഓപ്പൺ ആവും. സെയിം മെത്തേഡ്. 1 2 3 4. സംഭവം സിമ്പിളാണ്. ചെയ്ത് പഠിക്കാനുള്ള ക്ഷമ കാണിക്കുക. പയ്യനെ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. സോ ആദ്യമേ വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കീപ്പ് ഓൺ പ്രാക്ടീസിങ് അൺടിൽ യു ഗെറ്റ് ഇറ്റ്. നമുക്കത് എത്തുന്ന വരെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ലെസൺ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്
ചെയ്തിട്ട് അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാറ്റ് പുൾഡാണ്. അതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊന്ന് ഫ്രീ ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു 2 സെറ്റ് പുള്ളപ്പ് ചെയ്താലോ. കൗണ്ട് ചെയ്താൽ ഗൈസ് എത്ര പുള്ളപ്പ് ഞാൻ എടുക്കും എന്നുള്ളത്. ഓക്കെ, റെഡി? എത്ര പുള്ളപ്പ് എടുത്തു എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പകുതി ആൾക്കാർ ഇപ്പോഴും വിചാരിച്ചേക്കുന്നത് പുള്ളപ്സ് എന്ന് പറയുന്നത് ഒരു വാമപ്പ് ആണെന്നാണ്. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാം. പക്ഷേ പുള്ളപ്സ് എന്ന് പറയുന്ന ഒരു വാമപ്പ് അല്ല. ശരിക്കും പറഞ്ഞാൽ നല്ല ബോഡി വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് അതൊരു അടിപൊളി വർക്കൗട്ട് തന്നെയാണ്. ഫുൾ ബോഡി വെയിറ്റ് പൊക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് വാമപ്പായിട്ട് കാണാൻ പറ്റത്തില്ല, ചില ആൾക്കാർ ചെയ്യും. ഞാനിപ്പോൾ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹരമാണ് പുള്ളപ്പ് എടുക്കുക. അപ്പോൾ അതൊരു വർക്കൗട്ടായിട്ട് തന്നെ കണക്കാക്കുക. വാമപ്പൊക്കെ അല്ലാതെ ചെയ്തിട്ട് നല്ല രീതിയിൽ ബോഡി സ്ട്രെച്ചാക്കി വാം ചെയ്തതിന് ശേഷം വേണം പുള്ളപ്പ് ട്രൈ ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെയും ഇഞ്ചുറീസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ലാറ്റ് പുൾ ഡൗണിലോട്ട് പോവാം. അത് ഫ്രീ ആയിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രിപ്പ്. കുറച്ച് വൈഡ് ഗ്രിപ്പിടാം. സെറ്റ്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 40 kg സെറ്റാണ്. അപ്പം അതാണ് എൻ്റെ വാമപ്പ് സെറ്റ്. എനിക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു വെയിറ്റ് ഞാൻ വാമപ്പ് സെറ്റ് എടുത്തിട്ട് പിന്നെ ഒരു 3 വർക്കിംഗ് സെറ്റ്. വാമപ്പ് സെറ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസ് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. വലിയൊരു വർക്കിംഗ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ വാമപ്പ് സെറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനിയാണ് ശരിക്കുള്ള വർക്കിംഗ് സെറ്റ് തുടങ്ങാൻ പോകുന്നത്. ഇപ്പോഴാണ് ആ ഒരു വാമപ്പ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറച്ചൊന്ന് കൂടും. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന പ്രീ വർക്കൗട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബോഡിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഒരു മസിൽ മൈൻഡ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മീഡിയം വെയിറ്റിൽ വാമപ്പ് സെറ്റ് ചെയ്യുന്നത്. വീഡിയോ ഒന്ന് എടുത്ത് തീർക്കാം. 65 kg സ്റ്റാർട്ട് ചെയ്യുക. മാക്സിമം ഒരു 10 reps വരെ വളരെ സ്ലോ ആയിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഓ ഈ ഗ്രിപ്പിൽ അങ്ങനെ ഫസ്റ്റ് വർക്കിംഗ് സെറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് 2 സെറ്റും കൂടി ഉണ്ട്. പക്ഷേ ഈ ഒരു ഗ്രിപ്പിൽ നമുക്ക് ഒരുപാട് പുഷ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് സ്ട്രാപ്പ് ഉപയോഗിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കൊരു 65 തന്നെ അടുത്തൊരു സെറ്റും കൂടി ചെയ്യും. അപ്പോൾ റേഞ്ച് ഓഫ് മോഷനും നമ്മുടെ സ്പീഡും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പം 10 reps ഫെയിലിയർ അറ്റൻഡ് ചെയ്തില്ല ഞാൻ. പക്ഷേ എന്നാലും എനിക്ക് 2 എണ്ണം കൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ 4 arms ഫെയിലിയറാവും ബാക്കിനേക്കാളും മുമ്പേ. അതൊരു ഹെവി വെയിറ്റ് അടിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രശ്നമാണ്. 4 arms നമ്മുടെ ബാക്കിനേക്കാളും മുമ്പേ ഫെയിലിയറാവും. സോ നമുക്ക് ഒരു സെറ്റും കൂടി ചെയ്താലോ. One, 2, 3, 4, 5. Partial. Oh, അത് നൈസായിരുന്നു. No, you don't mind coming in. You don't mind coming, right? Oh, 3 sets done. പക്ഷേ ഞാൻ മറ്റേ ഗ്രിപ്പിലും കൂടി ചെയ്യും. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന സീറ്റഡ് ഡ്രോയിങ്ങാണ്. സീറ്റഡ് ഡ്രോയിങ് എന്ന ഡിഫറെൻറ്റ് ഗ്രിപ്പ്. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഗ്രിപ്പല്ലേ,
പക്ഷെ ഇവിടെ ഇപ്പം ഈ ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. ആൻഡ് ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്. നമുക്ക് നല്ല രീതിയിലുള്ളൊരു സ്ട്രെച്ച് കിട്ടും. ഓ, ലോവർ ബാക്കും മിഡ് സെക്ഷനും 2 3 4 11 ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുള്ളി ചെയ്യുമ്പം ഒരിക്കലും നമ്മൾ ബൈസെപ്സ് കേൾ ചെയ്യുന്നതാണെങ്കിൽ ചെയ്യരുത്. മാക്സിമം ചെസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ തുടങ്ങാം. ഫസ്റ്റ് ബാക്ക് വേണം മൂവ് ചെയ്യാനായിട്ട്. ബാക്ക് നല്ല രീതിയിൽ കോൺട്രാക്ട് ചെയ്തിട്ട് വേണം നമ്മുടെ കൈക്ക് മൂവ്മെൻറ്റ് കൊടുക്കാൻ. കണ്ടോ, പൊങ്ങുന്നില്ല. അടുത്ത സെറ്റിൽ കാണിച്ചു തരാം. ഗേൾസ്, വാച്ച് ദിസ്. സോ നമുക്കിനി കുറച്ചുകൂടി വൈഡ് ഗ്രിപ്പ് എടുത്തിടാം. അപ്പം ഇത് അപ്പർ ബാക്കിനായിരിക്കും വരുന്നത്. ഓക്കെ, നമ്മുടെ ഏതെങ്കിലും പാർട്ട് വീക്കാന്ന് തോന്നിക്കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് പാർട്ട്. എൻ്റെ ബാക്ക് വീക്കാന്ന് എനിക്ക് തോന്നി തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബാക്കിലാണ്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാനുണ്ട്. ബാക്ക് ഈസ് മച്ച് മോർ ഡിഫൈൻഡ്. സോ അടുത്തൊരു കോമ്പറ്റീഷൻ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ബാക്കിൻ്റെ സ്ട്രക്ചർ തന്നെ അടിപൊളിയായിരിക്കും. ആൻഡ് ഐ എം മേക്കിംഗ് ഷുവർ ദാറ്റ് ഐ വിൽ ബി ഹ്യൂജ് നെക്സ്റ്റ് ടൈം ഓൺ ദ സ്റ്റേജ്. അതിപ്പോഴൊന്നുമില്ല, അടുത്ത സീസണിലേക്കുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങണം, എന്നാലേ വരത്തുള്ളൂ. അപ്പോൾ ഗ്രോത്ത് ഫേസ് ഞാൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൾക്കിംഗ്, എഗെയിൻ ലിറ്റിൽ ബിറ്റ് മിനി കട്ട്, എഗെയിൻ ബൾക്ക്, എഗെയിൻ മിനി കട്ട്, എഗെയിൻ ബൾക്ക്, എഗെയിൻ മിനി കട്ട്. അപ്പം ഇത്ര നാളുണ്ടായിരുന്ന എൻ്റെ ഡ്രോപ്ഡ് ആയിട്ടുള്ള മെറ്റബോളിസം എനിക്കൊന്ന് കൂട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കാലറി കൂടിയാലും കുഴപ്പമില്ല. ഐ ക്യാൻ ഈറ്റ് മോർ ആൻഡ് ഐ ക്യാൻ ഡു മോർ. Exactly. Pull your back like this. Try to contract there. Yes, each time you should contract it. See, you are holding your back here. The scapula is not moving from here. So when you stretch, try to open it out. And when you pull, yes, exactly. And when you pull, pinch back here like the spine inside. Then pull. Yes. Excellent. Look up. Keep it neutral. Don't go too much down, also don't go too much up. Keep it neutral, because when you're flexing this muscle, it will start cramping up. Yeah, well done.
100 packs, come on. Come on, you can do it. അങ്ങനെ ആ ഫ്രെയിം കണ്ടോ ഗൈസ്? ഇതാണ് ഇവിടെ ഉള്ളതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ബിക്കോസ് ദിസ് പ്ലേസ് ഈസ് ആക്ച്വലി ക്രേസി. ആ ഫ്രെയിം കണ്ടോ? ഈ ഒരു ഫ്രെയിമിൽ ഞാൻ പോസിങ് പ്രാക്ടീസ് നടത്തുന്നത്. ഇപ്പം എല്ലാവരും പറഞ്ഞു ഈ ഒരു ഫ്രെയിം കിട്ടില്ലാണെന്ന്. രക്ഷയില്ലാത്ത ഫ്രെയിം. That is bodybuilding pose. That is bodybuilding pose. Okay, Shoulders let's go. up like this. Keep the other leg. Breathe. You're holding your breath. You don't have to hold your breath. Breathe. Traps. Ooh. No. You just have to do the bicep push. That's it. Guys, അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞു, പോസിങ് കഴിഞ്ഞു. ഈ ഒരു പോസിങ് സ്പേസിൽ നല്ല രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് ഉള്ളതുകൊണ്ട് മാരകമായിട്ടുള്ള പോസിങ് ആണ്. ആൻഡ് ഐ ടോട്ട് ഹെയർ ഹൗ ടു പോസ്. സോ അവിടെയും കുറച്ച് പോസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ എനിക്ക് ജിമ്മ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മളിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. ബിക്കോസ് നമുക്ക് വീഡിയോ എടുക്കാനും വർക്കൗട്ട് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ്.